നമസ്കാരം സുഹൃത്തുക്കളെ, ട്രിവാൻഡ്രം പൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശക്തമായ മത്സരം കാഴ്ചവെച്ച് വോട്ടുകളെല്ലാം പെട്ടിയിലാക്കിയ ശേഷം നെഞ്ചിടിപ്പോടെ കണക്കുകൂട്ടലുകളുമായി സ്ഥാനാർത്ഥികളും മുന്നണികളും കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ 77.67% നടന്ന പോളിംഗ് ഇത്തവണ 71.16% കുറഞ്ഞത് കേരളമെമ്പാടും മുന്നണികളെ ആശങ്കാകുലരാക്കി മാറ്റിക്കഴിഞ്ഞു. കനത്ത ചൂടും വോട്ടിംഗ് യന്ത്ര തകരാറും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയും തുടങ്ങി നിരവധി കാരണങ്ങൾ വോട്ടിംഗ് കുറയുവാനുണ്ടായ സാഹചര്യത്തിന് കാരണമായി പറയപ്പെടുന്നുണ്ടെങ്കിലും ആർക്കും ഒരെത്തും പിടിയും കിട്ടുന്നില്ല. തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ അവസ്ഥയെക്കുറിച്ച് ഒരു അവലോകനം നടത്താം. കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, പാറശാല, കോവളം, നെയ്യാറ്റിൻകര എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് തിരുവനന്തപുരം ലോക്സഭാ സീറ്റ്. 2019 നേമമൊഴിച്ച് ബാക്കി എല്ലായിടത്തും UDF ആയിരുന്നു ഭൂരിപക്ഷം നേടിയത്. എന്നാൽ ഇത്തവണ ഇവിടെയെല്ലാം വോട്ടിംഗ് ശതമാനത്തിൽ വൻ ഇടിവ് ഉണ്ടായത് മൂന്ന് മുന്നണികൾക്കും പ്രതീക്ഷ നൽകുകയാണ്. 2019 2024 വോട്ടിംഗ് ശതമാനം നോക്കിയാൽ കഴക്കൂട്ടത്ത് 2019 73.19% ആയിരുന്നത് 2024 65.12 കുറഞ്ഞു. വട്ടിയൂർക്കാവിൽ 2019 69.34 ആയിരുന്നത് ഇത്തവണ 62.87 മാറി. തിരുവനന്തപുരത്ത് 67.41 എന്നത് 59.7, നേമത്ത് 73.31 എന്നത് 66.05, പാറശാലയിൽ 76.91 എന്നത് 70.60, കോവളം 76% എന്നത് 69.81, നെയ്യാറ്റിൻകര 77.27 എന്നത് 70.72 കുറഞ്ഞിരിക്കുകയാണ്. ഓരോ തിരഞ്ഞെടുപ്പിനെയും സ്വാധീനിക്കുന്ന വിഷയങ്ങൾ അതാത് സമയത്തെ ഇലക്ഷനെ ബാധിക്കാറുണ്ട്. ചെറുപ്പക്കാരായ വോട്ടർമാരുടെ കുറവും കന്നി വോട്ടർമാർ വോട്ട് ചെയ്യാത്തതും ഇതിനിടയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കേന്ദ്രഭരണത്തിനെതിരായി ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിക്കുമെന്നാണ് UDF പ്രതീക്ഷ വയ്ക്കുന്നത്. പരമ്പരാഗതമായി പാറശാല, നെയ്യാറ്റിൻകര, കോവളം, തിരുവനന്തപുരം മണ്ഡലങ്ങളാണ് UDFന്റെ കരുത്ത്. എന്നാൽ 15 വർഷം MP ആയിരുന്ന ശശി തരൂരിനെതിരെ ശക്തമായ പ്രചാരണം എതിർ സ്ഥാനാർത്ഥികൾ നടത്തിയതും UDF വോട്ടുകളിൽ തന്നെ ചോർച്ച ഉണ്ടാകുമോ എന്ന ഭയവും അവരുടെ ചങ്കിടിപ്പ് കൂട്ടുകയാണ്. ശക്തി കേന്ദ്രങ്ങളിലെല്ലാം മികച്ച പോളിംഗ് നടന്നതും തലസ്ഥാന വികസനം മുൻനിർത്തി കേന്ദ്രമന്ത്രിയെ തന്നെ രംഗത്തിറക്കിയതും NDAക്ക് പ്രതീക്ഷ നൽകുകയാണ്. ജയിച്ചാൽ തലസ്ഥാനത്തിന് ഒരു കേന്ദ്രമന്ത്രി എന്ന തരത്തിലുള്ള മികച്ച പ്രചരണം തന്നെ NDA നടത്തിയിട്ടുണ്ട്. എന്നാൽ നഗരപ്രദേശങ്ങളിലെ വോട്ടിംഗ് കുറഞ്ഞതും തീരദേശ മണ്ഡലങ്ങളിൽ മറ്റു മുന്നണികൾ നേടുന്ന വോട്ടുകളും രാജീവ് ചന്ദ്രശേഖറിന് പ്രതികൂലമായി മാറുമോ എന്നാണ് NDAയുടെ ആശങ്ക. 2005 നേടിയ വിജയം ആവർത്തിക്കുമെന്ന് LDF അവകാശപ്പെടുന്നുണ്ട്. തങ്ങളുടെ പാർട്ടി വോട്ടുകളെല്ലാം കൃത്യമായി ലഭിച്ചിട്ടുണ്ടെന്നും ഇപ്പോഴുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളിലും ഉണ്ടായിരുന്ന മേൽക്കോയ്മയും ഗുണമായി വരുമെന്ന് LDF കണക്ക് കൂട്ടുകയാണ്. സാധാരണക്കാരന്റെ സ്ഥാനാർത്ഥി എന്ന ഇമേജ് പന്ന്യൻ രവീന്ദ്രന് അനുകൂലമായി വോട്ടിംഗിൽ പ്രതിഫലിക്കുമെന്നാണ് LDFന്റെയും പ്രതീക്ഷ. ഈ മൂന്ന് മുന്നണികളും പേടിക്കുന്നത് അടിയൊഴുക്കുകളാണ്. പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ ആർക്കാണ് നഷ്ടമുണ്ടാകുമെന്നത് ആകെ കുഴയ്ക്കുകയാണ്. ലത്തീൻ അതിരൂപതയുടെ നിലപാട്, മണിപ്പൂർ, വിഴിഞ്ഞം സമരം, സാമുദായിക സമവാക്യങ്ങൾ, മറ്റ് പ്രാദേശിക പ്രശ്നങ്ങൾ എന്നിവയെല്ലാം വോട്ടിങ്ങിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വിലയിരുത്തപ്പെടുകയാണ്. ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ടോ എന്നത് ഫലം വരുമ്പോൾ അറിയാനുമാകും. നെയ്യാറ്റിൻകര, പാറശാല, കോവളം എന്നിവിടങ്ങളിലെ വോട്ടിലാണ് ശശി തരൂരിന്റെ പ്രതീക്ഷ. എന്നാൽ ശശി തരൂരിനൊത്ത എതിരാളി എന്ന വിലയിരുത്തലും തലസ്ഥാന വികസനത്തിനായി ഇനി പ്രതീക്ഷ എന്ന പ്രചരണവും നഗരപ്രദേശങ്ങളിലും തീരപ്രദേശത്തും വലിയൊരു അട്ടിമറിയോടെ ഗുണകരമാകുമെന്ന് രാജീവ് ചന്ദ്രശേഖർ കണക്ക് കൂട്ടുകയാണ്. തങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ കൃത്യമായി നേടിയിട്ടുണ്ടെന്നും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ UDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ടിങ്ങിലുണ്ടായ ഇടിവ് അനുകൂലമായി മാറുമെന്നും പന്ന്യൻ രവീന്ദ്രനും അഭിപ്രായപ്പെടുകയാണ്. ഇനി ആറ്റിങ്ങലിലേക്ക് നോക്കിയാൽ വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, അരുവിക്കര, കാട്ടാക്കട എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം. 2019 2024 വോട്ടിംഗ് ശതമാനം പരിശോധിച്ചാൽ വർക്കലയിൽ 2019 70.29 എന്നത് 2024 68.42 മാറിയിട്ടുണ്ട്. ആറ്റിങ്ങലിൽ 2019 74.57 എന്നത് 69.88 2024 മാറിക്കഴിഞ്ഞു. ചിറയൻകീഴ് 73.78 എന്നത് 68.10 നെടുമങ്ങാട് 75.53 എന്നത് 70.35, വാമനപുരത്ത് 73.58 എന്നത് 69.11, അരുവിക്കരയിൽ 76.13 എന്നത് 70.31, കാട്ടാക്കടയിൽ 75.58 എന്നത് 69.53 ആയും മാറിയിട്ടുണ്ട്.
വോട്ടിംഗ് തുടങ്ങിയ സമയത്ത് തന്നെ സംസ്ഥാനത്താകെ നോക്കുമ്പോൾ ആദ്യ മണിക്കൂറുകളിൽ വൻ പോളിംഗ് നടന്നത് ആറ്റിങ്ങലിലാണ്. വളരെയധികം വീറും വാശിയും ചേർന്ന പ്രചരണമാണ് മൂന്ന് മുന്നണികളും ആറ്റിങ്ങലിൽ നടത്തിയത്. 2019 അപേക്ഷിച്ച് 5% വോട്ടുകളാണ് മണ്ഡലത്തിൽ മൊത്തം കുറവുണ്ടായിരിക്കുന്നത്. 2019 38,247 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അടൂർ പ്രകാശ് വിജയിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ഭരണവിരുദ്ധ വികാരം ഇത്തവണ ഗുണകരമാകുമെന്ന് UDF കണക്കുകൂട്ടുന്നു. എന്നാൽ കുറഞ്ഞ പോളിംഗ് ശതമാനം തങ്ങൾക്ക് അനുകൂലമാണെന്നാണ് വി ജോയ് പ്രസ്താവിക്കുന്നത്. തങ്ങളുടെ വോട്ടുകൾ കൃത്യമായി തന്നെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് LDF വിശ്വസിക്കുന്നു. പക്ഷേ ഇത്തവണ മറ്റ് രണ്ട് മുന്നണികളിൽ നിന്നും തങ്ങളിലേക്ക് വോട്ടുകൾ ഒഴുകിയെത്തുമെന്ന് മുരളീധരനും അവകാശപ്പെടുകയാണ്. 2019 അടൂർ പ്രകാശിന് 3,80,995 വോട്ടും എ സമ്പത്തിന് 3,42,748 വോട്ടും ശോഭാ സുരേന്ദ്രന് 2,48,81 വോട്ടുമാണ് ലഭിച്ചത്. എന്നാൽ ഇത്തവണ തങ്ങൾക്ക് 3 ലക്ഷത്തിലധികം വോട്ടുകൾ ലഭിക്കുമെന്ന് NDA ഉറച്ചു വിശ്വസിക്കുകയാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വിജയിക്കുന്നത് ആരായാലും വളരെ നേരിയ ഭൂരിപക്ഷമായിരിക്കും ഉണ്ടായിരിക്കുക. മൂന്ന് മുന്നണികളും തങ്ങൾക്ക് വിജയം അവകാശപ്പെടുന്നുണ്ടെങ്കിലും പോളിംഗ് ശതമാനത്തിലെ കുറവ് എല്ലാവരുടെയും ചങ്കിടിപ്പ് കൂട്ടുകയാണ്. സന്ധ്യ കഴിഞ്ഞും നീണ്ട പോളിംഗും പലർക്കും വോട്ട് ചെയ്യുവാൻ സാധിക്കാതെ മടങ്ങേണ്ടി വന്നതും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയാണ്. ഒരു മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ പെട്ടി തുറക്കുന്നതും കാത്ത് സ്ഥാനാർത്ഥികളും വോട്ടർമാരും അതിനോടൊപ്പം ആരായിരിക്കും അടുത്ത 5 വർഷം നയിക്കുന്നത് എന്ന് പ്രതീക്ഷിച്ച് തിരുവനന്തപുരം ജില്ലയും കാത്തിരിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാഴ്ചയുമായി വീണ്ടും കാണാം. ചാനലിൽ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്. ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം മാത്രം മറക്കരുതേ.